ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഒരു 30,000 രൂപയുടെ താഴെ നിങ്ങളൊരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, അതും മീഡിയ കൺസെപ്ഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു മോഡലാണ് നമ്മുടെ മോട്ടോറോളയുടെ മോട്ടോ പാഡ് 16 എന്ന് പറഞ്ഞ മോഡൽ. ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നാളെ ഇടുന്നതായിരിക്കട്ടെ. അത് 8GB 128GB വേരിയൻ്റ് ഉണ്ട്, പിന്നെ 12GB 156GB വേരിയൻ്റ് ഉണ്ട്. ഏത് മീഡിയ കൺസെപ്ഷൻ എന്താ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കിതിൽ ഡയമൻസിറ്റി 8300 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ 12.7 ഇഞ്ചിൻ്റെ ഒരു വലിയ LCD നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഫുൾ മെറ്റൽ ബോഡി കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് പെന്ന് ഇൻക്ലൂഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ബോക്സ് നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ 68 വാട്ടിൻ്റെ ചാർജിങ് ബ്രിക്കും കേബിളും Type-C to Type-C കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു മോട്ടോയുടെ എന്തെങ്കിലും ഫോണോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ല കണക്ടിവിറ്റി ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി മോട്ടോറോൾ എടുക്കാൻ ഈ ബഡ്ജറ്റിൽ ഈ കാറ്റഗറിയിൽ എടുക്കാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇവരുടെ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് സീംലെസ് കണക്ടിവിറ്റി കിട്ടും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പെൻ ആയിക്കോട്ടെ എല്ലാം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഫ്ലിപ്കാർട്ടിലാണ് ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമാണ് ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ കണ്ടോ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ വരുന്നത്. ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്, ഫുൾ മെറ്റൽ ബോഡി വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് SD കാർഡ് 1TB വരെ നമുക്ക് ഇടാം. ഞാനിതിൽ 512GB SD കാർഡ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 128GB വാങ്ങിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 256GB വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സും കാണാനൊക്കെ വരുന്നുണ്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ബോക്സ് വരിക, വൈറ്റ് ഫുൾ വൈറ്റ് ആയിട്ട്. ബാക്ക് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാണാനൊക്കെ ഇതിൻ്റെ. അപ്പോൾ വലിയ ഡിസ്പ്ലേ ആണ്, ഓൾമോസ്റ്റ് 13 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ വേറെ നോക്കുകയാണെങ്കിൽ ലിനോവയുടെ വരുന്നുണ്ട്. ലിനോവനായിട്ടും കുറച്ചുകൂടി നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. ടാബ് സെക്ഷനിൽ മോട്ടോറോള വേണമെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് പറയാം. സംഭവം എല്ലാം സെയിം തന്നെയാണ്, അതായത് വ്യത്യാസമൊന്നുമില്ല. രണ്ടും അവരുടെ അണ്ടറിൽ വരുന്ന ബ്രാൻഡാണ് ഈ മോട്ടോറോള മൊബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത്രയും 13 ഇഞ്ചിൻ്റെ ടാബ്ലറ്റ് പിന്നെ വരുന്നത് നമ്മുടെ OnePlusൻ്റെ ആണ്. OnePlus അത് പക്ഷേ 50 രൂപയൊക്കെ റേഞ്ച് വരും. അപ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ സൗണ്ടും സൂപ്പറാണ്. JBL ട്യൂൺഡ് സൗണ്ടാണ് അതിൽ വരുന്നത്. 4 സ്പീക്കർ വരുന്നുണ്ട്, ക്വാഡ് സ്പീക്കറാണ്. 10,000 mAh ബാറ്ററി വരുന്നത്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സും കാണാനൊക്കെ വരുന്നുണ്ട്. അതുപോലെ 3K സപ്പോർട്ട് വരുന്ന LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാണാനൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാം. വൈഫൈ ഓൺലി വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ 3ാമത്തെ ചാനലിൽ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ.